ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു ആർക്കേസ് ചാനൽ. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഒരു കപ്പ് കടല തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് അതിനെ ഒന്ന് നല്ലോണം കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലിട്ടിട്ട് നല്ലോണം വേവിച്ചെടുക്കണം കേട്ടോ. വേവിച്ചെടുക്കണം എന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകാനും പാടില്ല കേട്ടോ. എന്നിട്ട് നല്ല വേവും വേണം. ഓക്കെ, ഇപ്പം നമ്മൾ കുക്കറൊക്കെ താണ ശേഷം തുറന്ന് നോക്കി കടലയൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. എന്നിട്ട് ഉടഞ്ഞിട്ടുമില്ല അല്ലേ? ഓക്കെ, അതിനെ ഒന്ന് ഇതെങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് അമർത്തി നോക്കിക്കഴിഞ്ഞാൽ അത് വെന്തോ ഇല്ല എന്നുള്ളത് അറിയാം കേട്ടോ. കടല ഈ വെന്ത കടല നമ്മൾ അതിൻ്റെ വെള്ളം ഒന്ന് കളഞ്ഞിട്ട് അതിനെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ബൗളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം അതിനെ ഒന്ന് നമ്മൾ എല്ലാം ഉടയ്ക്കേണ്ട, ഒരു ചെറിയ ഒരു പോർഷൻ മാത്രം ഒന്ന് ജസ്റ്റ് ഒന്ന് ആ തവട ബാക്ക് കൊണ്ട് ഒന്ന് അമർത്തി കൊടുക്കുക കേട്ടോ. കുറച്ച് ഒരു പോർഷൻ, എല്ലാം കൂടി അമർത്തരുത്, കുറച്ചൊരു പോർഷൻ മാത്രം. അതിലേക്ക് നമ്മൾ കുനുകുനാന്ന് മുറിച്ച് വെച്ച് ഒരു 2 വലിയ ഉള്ളി അതിട്ട് കൊടുക്കുക കേട്ടോ. അതിലേക്ക് നമ്മൾ ചെറുതായി മുറിച്ച് വെച്ച് 2 തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതിലേക്ക് ചെറുതായി മുറിച്ച മല്ലിയില കൂടി വിതറി കൊടുക്കുക കേട്ടോ. ഇതിൽ നമ്മൾ മാക്സിമം സലാഡിലേക്ക് മുറിക്കുന്ന പച്ചക്കറിയൊക്കെ കുനുകുനുകുനേന്ന് ചെറുതാക്കി മുറിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിക്കാൻ നല്ല സുഖമായിരിക്കും. അതിൽ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ് കേട്ടോ. മുളക് പൊടി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ലേശം ഇട്ട് കൊടുക്കുക, ഒരു എരിവിന് വേണ്ടിയിട്ട്. പിന്നെ പച്ചമുളകും മുറിച്ചിടുക കേട്ടോ. അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ സലാഡിൻ്റെ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാം. അതുപോലെ വെജിറ്റബിൾസും തന്നെ നിങ്ങൾക്ക് ക്യാബേജ് ആഡ് ചെയ്യാം. അതിലേക്ക് ഞാൻ കുറച്ച് ജീരകപ്പൊടി കൂടി വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് 1 സ്പൂൺ ചാറ്റ് മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചാറ്റ് മസാല ഒരു ചെറിയ പുളിയൊക്കെ ഉണ്ടാവും, അതിന് വേണ്ടിയിട്ടാണ്. അതിലേക്ക് നമ്മൾ വന്നിട്ട് ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കി അതും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ഗ്രീൻ ചട്നി ഒന്നുമില്ല, അതിൽ ജസ്റ്റ് പുതിനയും കുറച്ച് തൈരും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഇതിലേക്ക് വെജിറ്റബിൾസ് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യുക കേട്ടോ. ക്യാരറ്റ് അങ്ങനെ കുക്കുമ്പർ അത് നമുക്ക് മീൻസ് ഏത് അവൈലബിൾ അതിട്ടിട്ടും ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്ത് എങ്ങനെ വേണമെങ്കിൽ സലാഡ് മാറ്റാം കേട്ടോ. പക്ഷേ ഈ സലാഡ് എന്നിട്ട് അതിലേക്ക് കുറച്ച് ലെമണും കൂടി പിഴിഞ്ഞ് കൊടുക്കുക കേട്ടോ. ഓക്കെ, സോ എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ സലാഡ് കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. പിന്നെ അത് സ്റ്റൊമക്ക് ഫില്ലിങ്ങുമാണ്. ഡയറ്റ് ചെയ്യണവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങൾ ഏതൊക്കെയാണ് സലാഡിൽ ഇട്ടത്, എന്തൊക്കെ വെജിറ്റബിൾസ് മാറ്റി എന്നുള്ളതും കൂടി അറിയിക്കൂ കേട്ടോ കമൻസിൽ. ഹാപ്പി കുക്കിംഗ്.